നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാറിന് ഒരു പോറൽ പോലും ഏൽക്കാതെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നത് പിണറായി വിജയനാണ്. അതായത് ആരും ഒന്ന് തൊട്ടു നോക്കിപ്പോലും വേദനിപ്പിക്കാതിരിക്കാൻ ചിറകിനടിയിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ചിറകിനടിയിൽ ഒളിപ്പിച്ചിട്ടും രക്ഷയില്ല. കോടതി എടുത്തിട്ട് കുടഞ്ഞിട്ടുണ്ട് MR അജിത് കുമാറിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇപ്പോൾ കുത്തിപ്പൊങ്ങിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇടപെടാൻ, ഈ കേസിൽ ഇടപെടാൻ പിണറായി വിജയൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. അതായത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗീകാരത്തോടെയാണ് എന്നുള്ള രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് സംരക്ഷിച്ചത് പിണറായി വിജയനാണെന്ന് ആഭ്യന്തര വകുപ്പിന് വിജിലൻസ് കൈമാറിയ രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകാൻ മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്ന് രേഖയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏപ്രിൽ 16-നാണ് വിജിലൻസ് റിപ്പോർട്ട് കൈമാറിയത്. അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തി വിജിലൻസ് സമർപ്പിച്ച ക്ലീൻ ചിറ്റ് നേരത്തെ വിജിലൻസ് കോടതി തള്ളിയിരുന്നു. അഭിഭാഷകനായ നെയ്യാറ്റിൻകര നാഗരാജു നൽകിയ ഹർജി പരിഗണിച്ച കോടതി സർക്കാർ സമർപ്പിച്ച ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചു. റിപ്പോർട്ട് അപൂർണമാണെന്ന് വിലയിരുത്തിയ കോടതി ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളുകയായിരുന്നു. ഓഗസ്റ്റ് 14-നാണ് ഈ കേസിൽ ADGP MR അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് വിജിലൻസ് കോടതി തള്ളിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ രൂക്ഷമായി വിമർശിച്ച കോടതി അന്തിമ റിപ്പോർട്ടിലെ മുഖ്യമന്ത്രി അംഗീകരിച്ചെന്ന പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ചു. മുഖ്യമന്ത്രി വിജിലൻസിന്റെ തലവനാണെന്നത് ഭരണകാര്യം മാത്രമാണെന്നും അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ഇടപെടാൻ കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കി. നിയമ സംവിധാനവും നിയമവുമാണ് ഒരാളെ കുറ്റക്കാരനാക്കുന്നതും കുറ്റവിമുക്തനാക്കുന്നതും. അതിൽ ഭരണത്തലവനോ ഉന്നത രാഷ്ട്രീയക്കാർക്കോ ഒരു തരത്തിലും ഇടപെടാനാകില്ല എന്നും കോടതി വ്യക്തമാക്കി. അത്തരം അന്വേഷണം സ്വതന്ത്രവും നീതിപൂർണവുമാകില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി M മനോജാണ് വിജിലൻസ് അന്വേഷണത്തെ വിമർശിച്ചത്. ഉന്നത ഉദ്യോഗസ്ഥനെതിരെ എങ്ങനെയാണ് കീഴുദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കുക എന്നും കോടതി ചോദിച്ചു. ഉന്നത ഉദ്യോഗസ്ഥനെ ബോധപൂർവം രക്ഷിക്കാനുള്ള നിയമവിരുദ്ധ നടപടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനിൽ നിന്നുണ്ടായത്. കേസിന്റെ പ്രാഥമിക അന്വേഷണം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങിയ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നടപടിക്രമങ്ങളിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ നടപടി. അജിത് കുമാറിനെതിരെ വിജിലൻസ് നടത്തിയ അന്വേഷണം പ്രഹസനമാണെന്നും കോടതി വെട്ടിത്തുറന്നു പറഞ്ഞു. കീഴുദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയത് തെറ്റാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. എന്തായാലും പിണറായി വിജയനും അജിത് കുമാറിനും വീണ്ടും 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. വീണ്ടും അന്വേഷണം നടത്തണമെന്നും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ ഈ അന്വേഷണം ഏൽപ്പിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൽ പല അട്ടിമറികളും നടക്കുമെന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിണറായി വിജയൻ ഈ പറയുന്ന MR അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുമെന്ന് കോടതിക്കും ബോധ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കോടതിയും വിമർശനം ശക്തമാക്കിയിരിക്കുന്നത്. അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കി വെള്ളപൂശി എടുക്കാനുള്ള പിണറായി വിജയന്റെ നീക്കമാണ് ഇപ്പോൾ കോടതി കീറിയെറിഞ്ഞിരിക്കുന്നത്. MR അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഒരു രക്ഷകനാണ്. MR അജിത് കുമാറിന് അറിയാം എന്ത് ഗിമ്മിക്ക് കാണിച്ചിട്ടാണെങ്കിലും പിണറായി വിജയൻ സംരക്ഷിക്കുമെന്ന്. അതിന്റെ കാരണം എന്താണ്? പിണറായി വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ വിഷയങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്ന പല വിവരങ്ങളും MR അജിത് കുമാറിന് അറിയാം എന്നാണ് ചില വാദങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് വീണ വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി വിവാദങ്ങളുടെ എന്തൊക്കെയോ ചില തുമ്പും വാലും അജിത് കുമാറിന്റെ പക്കലുണ്ട്. ഇതായിരിക്കാം പിണറായി വിജയൻ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിന് കാരണം. അല്ലെങ്കിൽ പിന്നെ നിരന്തരം വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പിണറായി വിജയൻ എന്തിനിങ്ങനെ സംരക്ഷിക്കണം? അതുമാത്രമല്ല CPM-ലെ പല ഉന്നത നേതാക്കൾക്കും അജിത് കുമാറിനെ കണ്ടുകൂടാ. അതിന്റെ കാരണം അജിത് കുമാറിന് RSS-ഉമായുള്ള ബന്ധമാണ്. നമുക്കറിയാം പൂരം അട്ടിമറിച്ചതിൽ, തൃശൂർ പൂരം അട്ടിമറിച്ചതിൽ MR അജിത് കുമാറിന് കൃത്യമായ പങ്കുണ്ടെന്നാണ് CPI-യിലെയും CPM-ലെയും പല നേതാക്കളും വിശ്വസിക്കുന്നത്. സുനിൽകുമാർ ആയിരുന്നല്ലോ അവിടെ ബലിയാടായത്. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 നിലയിലാണ് സുനിൽകുമാർ പൊട്ടിയത്. അതിന്റെ കാരണക്കാരൻ അജിത് കുമാറിന്റെ നീക്കങ്ങളാണ് എന്ന് സുനിൽകുമാറും സംശയിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു അന്ന്
പൂരം കലങ്ങിയതിൻ്റെ വിവരങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തു വരണം, അന്വേഷണം നടത്തണമെന്നും സുനിൽകുമാർ വാശി പിടിച്ചതും, അല്ലെങ്കിൽ തനിക്കറിയാവുന്ന വിവരങ്ങൾ പൊതുമധ്യത്തിൽ വിളിച്ചു പറയുമെന്നൊക്കെ സുനിൽകുമാർ വെച്ചലക്കിയിരുന്നല്ലോ. തൊട്ടു പിന്നാലെയാണ് പിണറായി വിജയൻ ഇടപെട്ടതും സുനിൽകുമാർ ഒന്ന് അടങ്ങിയതും. അപ്പോൾ എന്തോ ഒരു അനുനയ നീക്കമുണ്ടായി. MR അജിത് കുമാറിനെ തൽക്കാലം ഒന്ന് പിണറായി രക്ഷിച്ചെടുത്തു എന്ന് വേണം കരുതാൻ. എന്തായാലും ഇപ്പോൾ കോടതിയിൽ വീണ്ടും ഈ വിഷയത്തിൽ വിമർശനം ശക്തമായിരിക്കുകയാണ്. MR അജിത് കുമാറിന് നേരെ വീണ്ടും കോടതി വിരൽ ചൂണ്ടിയിരിക്കുകയാണ്. സത്യസന്ധമായ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോടതി തന്നെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മേലുദ്യോഗസ്ഥന്റെ കേസ് എങ്ങനെ ഒരു കീഴുദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിച്ചു എന്നുള്ളതാണ്. പിണറായി വിജയന്റെ തിരക്കഥ തന്നെ ആയിരുന്നല്ലോ ഇത്. അതായത് അന്വേഷണം നടത്തി MR അജിത് കുമാർ കളങ്കരഹിതനാണ് എന്ന് വരുത്തണം, വെള്ളപൂശിയെടുക്കണം. അതിനുവേണ്ടി പേരിന് പ്രഹസനം കാണിക്കാൻ ഒരു അന്വേഷണം നടത്തി എന്നുള്ളത് മാത്രമാണ് നടന്നത്. അതിനെയാണ് കോടതി വിമർശിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, MR അജിത് കുമാറും സ്വയം അങ്ങ് വെള്ളപൂശുകയായിരുന്നല്ലോ ഇടക്കാലത്ത്. തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം അന്വേഷിക്കട്ടെ എന്നും അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് എന്നൊക്കെ വിവാദം കത്തി നിന്ന സമയത്ത് MR അജിത് കുമാർ പറഞ്ഞിരുന്നല്ലോ. ഇത് മാത്രമല്ല, കിട്ടുന്ന വേദികളിലൊക്കെ പിണറായി വിജയനെ പൊക്കിയടിക്കുന്നതും പതിവായിരുന്നു. ഈ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ MR അജിത് കുമാർ പിണറായിയെ പുകഴ്ത്തി പറഞ്ഞത് കഴിഞ്ഞ 8 വർഷക്കാലമായി മുഖ്യമന്ത്രി പോലീസ് സേനയോട് അനുഭാവപൂർണ്ണമാണ് പെരുമാറിയിട്ടുള്ളത് എന്നായിരുന്നു. അദ്ദേഹം ഉള്ളപ്പോൾ ആ കാലയളവിൽ തന്നെ എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനം തോന്നുന്നുവെന്നും തനിക്ക് ഇനി ഇത് പറയാൻ അവസരം ലഭിക്കുമോ എന്നറിയില്ല, അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയനെ പൊക്കിയടിച്ചുകൊണ്ട് MR അജിത് കുമാർ സംസാരിച്ചിരുന്നു. ഇത് മാത്രമല്ല, ഏതെങ്കിലും വേദികളിലൊക്കെ വിമർശനം വന്നാലും പിണറായി വിജയൻ ഈ പറയുന്ന MR അജിത് കുമാറിനെ ഒന്നും പറയില്ല. അജിത് കുമാറിനെതിരായ വിവാദം വലിയ പ്രതിഷേധമായി നിൽക്കുമ്പോൾ പോലും തൊട്ടും തലോടിയുമായിരുന്നു പിണറായി വിജയൻ സംസാരിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ കോടതിയിൽ നിന്ന് തന്നെ ചോദ്യം വന്നിരിക്കുകയാണ്. ആരാണ് ഈ വിഷയത്തിൽ പിണറായി വിജയനെ ഇടപെടുത്തിയത്, ക്ലീൻ ചീറ്റ് കൊടുക്കാൻ പിണറായി ആരാണ് എന്നൊക്കെയുള്ള ചോദ്യം കോടതിയിൽ നിന്ന് തന്നെ വന്നതോടെ നാറി നാണം കെട്ടി നിൽക്കുകയാണ് ആഭ്യന്തരമന്ത്രി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.